ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വെഞ്ഞാറമൂട് മേഖലയിലെ ബി.ജെ.പി. ബൂത്ത് ഓഫീസുകൾക്ക് നേരെ CPM ആക്രമണം. ബൂത്ത് ഓഫീസുകൾ നശിപ്പിക്കുകയും പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് 3 മണിക്ക് ശേഷം ഈ ബൂത്തുകളിൽ ബി.ജെ.പി. പ്രവർത്തകരെത്തിയാൽ വകവരുത്തുമെന്ന വധഭീഷണി മുഴക്കിയതായും പരാതി. പാർട്ടി പ്രവർത്തകർ ബി.ജെ.പിയുടെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുക, ബൂത്ത് കെട്ടിയത് അഴിച്ചു മാറ്റുക, പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. ആനന്തര സ്കൂളുകളുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന ബൂത്തുകളെല്ലാം നശിപ്പിച്ചു. കളമച്ചൽ തോട്ടുകുന്നം പ്രദേശങ്ങളിൽ പ്രവർത്തകർക്കെതിരെ ഭീഷണിയുണ്ട്. ഇങ്ങനെ 3 മണി കഴിഞ്ഞാൽ ബൂത്തിൽ ആളിരുത്തത്തില്ല എന്നുള്ള ഒരു ഭീഷണി സ്വത്തിൽ ഒട്ടുകുന്നത്തിലും നമ്മുടെ കളമച്ചലൊക്കെ പറയുന്നു. അപ്പം പരാജയ രീതിയുണ്ട്. CPMൻ്റെ പ്രവർത്തകർ ഇവിടെ ആദ്യമായിട്ടാണ് നമ്മുടെ വാമനപുരത്ത് എല്ലാ ബൂത്തുകളിലും കൃത്യമായ പ്രവർത്തനം നടന്നുകൊണ്ട് പൊട്ടിക്കലാശ് പോലും വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ ബി.ജെ.പി. CPM ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഉണ്ടായിരുന്നു. CPMൻ്റെ ഇടയ്ക്ക് ബി.ജെ.പി. വളരുന്നു എന്നുള്ള ആ ഒരു പേടി കൊണ്ട് മൊത്തം മണ്ഡലത്തിലുടനീളം വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് CPMൻ്റെ പ്രവർത്തകർ അയച്ചുകൊടുക്കുന്നത്. ഇതിൽ നേതൃത്വത്തിന് വ്യക്തമായിട്ടുള്ള പങ്കുണ്ട്. CPMൻ്റെ ഇവിടുത്തെ സ്ഥലം MLA അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗൽ ചേരുകയാണ്. പ്രശാന്ത്, CPMൻ്റെ ആക്രമണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥയാണോ അവിടെ നിലനിൽക്കുന്നത്? പ്രത്യേകിച്ച് CPMൻ്റെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണോ? KP, ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിലും CPMൻ്റെ ആക്രമണത്തിന് കുറവൊന്നുമില്ല എന്നാണ് നമുക്കിപ്പോൾ BJPയുടെ മണ്ഡലം പ്രസിഡന്റിന്റെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നത്. ഈ വെഞ്ഞാറമൂട് ഭാഗങ്ങളിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ബൂത്തുകളടക്കം വ്യാപകമായി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ വാമനപുരം നിയോജക മണ്ഡലത്തിലെ വെഞ്ഞാറമൂട്, ആലുംതറ, കോട്ടകുന്നം, കളമച്ചൽ, ആനച്ചൽ, കല്ലറ, പാകിസ്ഥാൻ മുക്ക് തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം വളരെ വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായി. ഈ ഒരു മേഖലയുടെ സ്വഭാവം പറയുകയാണെങ്കിൽ ഈ CPMന് അനുകൂലമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ CPMന് കൂടുതൽ പ്രാതിനിധ്യമുള്ള സ്ഥലങ്ങളാണ് ഈ പ്രദേശങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങളിലൊന്നും പ്രവർത്തിക്കാനുള്ളൊരു അനുവാദം നൽകുന്നില്ല എന്നാണ്, പ്രവർത്തകർക്ക് പ്രവർത്തിക്കുവാനുള്ളൊരു സ്വാതന്ത്ര്യമോ അനുവാദമോ നൽകുന്നില്ല എന്നുകൂടിയാണ് ഈ BJPയുടെ മണ്ഡലം പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതായത് വ്യാപകമായ രീതിയിൽ ഒരു ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പിന്റെ ബൂത്ത് കമ്മിറ്റി ഓഫീസിന്റെ ഫ്ലക്സുകൾ അടക്കമാണ് നശിപ്പിച്ചത്. ഇത്തരത്തിൽ അതുമാത്രമല്ല ഈ ഭീഷണി മുഴക്കുന്ന പ്രവർത്തകർക്ക് നേരെ ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 3 മണിക്ക് ശേഷം ഈ പ്രദേശങ്ങളിലൊന്നും നിൽക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള വ്യാപകമായ ഭീഷണിയുണ്ട്. അഥവാ അത്തരത്തിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ ഈ പ്രദേശത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നിഖിൽ RV BJP വാമനപുരം മണ്ഡലം പ്രസിഡന്റ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. നിഖിൽ, ഇപ്പോൾ പ്രശാന്ത് നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ BJPക്ക് വലിയൊരു മുന്നേറ്റമാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ സാധിച്ചത്. ഈ ഒരു ജനപ്രീതി BJPക്ക് വർദ്ധിച്ചു വരുന്നതിലുള്ള ഒരു അസ്വസ്ഥത അത് തന്നെയാണ് CPMൻ്റെ ഒരു അതിക്രമത്തിന് പിന്നിൽ. തീർച്ചയായിട്ടും വാമനപുരം മണ്ഡലത്തിലെ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ BJPയുടെ ബൂത്ത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞ ഒരാഴ്ച കാലത്തിനുള്ളിൽ നമ്മൾ BJPയുടെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലും പാങ്ങോട് പോലീസ് സ്റ്റേഷനിലും നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 9 പരാതി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പരാതികൾക്കൊന്നും നടപടി എടുത്തിട്ടില്ല. ഇന്ന് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോളിംഗ് സ്റ്റേഷന് മുന്നിൽ കെട്ടിയിരുന്ന ബൂത്തുകൾ വ്യാപകമായിട്ട് നശിപ്പിക്കപ്പെട്ടു. അത് ഈ കോട്ടുകുന്നം, കളമച്ചൽ, അമ്പലമുക്ക്, ആലന്തറ ഭാഗങ്ങളിലാണ് കൂടുതലും. ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് ശേഷം ഈ ബൂത്തുകളിൽ കാണാൻ പാടില്ല എന്നുള്ളൊരു ഭീഷണിയാണോ ഈ CPM പ്രവർത്തകർ നടത്തുന്നത്? ഈ പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും അവരുടെ ഭാഗത്തും ഉണ്ടാകുന്നില്ല അല്ലേ? അല്ല, പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയില്ല. പരാതി കൊടുക്കുമ്പോൾ ആ സ്ഥലം വന്ന് സന്ദർശിച്ചു പോകുന്നതല്ലാതെ പ്രത്യേകിച്ച് നടപടിയൊന്നുമില്ല. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ബൂത്ത് ഓഫീസുകൾ നശിപ്പിക്കപ്പെട്ട കോട്ടുകുന്നത്ത് രണ്ടാമത് നമ്മൾ ഫ്ലക്സ് ബോർഡുകളും മറ്റും തോരണങ്ങളും സ്ഥാപിച്ച് ബൂത്ത് അലങ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ 3 മണിക്ക് മുന്നേ ഇതെല്ലാം എടുത്ത് ഇവിടുന്ന് സ്ഥലം വിട്ടോളണമെന്നാണ് CPMൻ്റെ അന്ത്യശാസനം. 3 മണി കഴിഞ്ഞാൽ പിന്നെ അവരുടെ CPM അല്ലാതെ ഒരാളും ആ ഭാഗത്ത് കാണാൻ പാടില്ല എന്നുള്ള ഭീഷണിയാണ്. ഏതായാലും നന്ദി ശ്രീ നിഖിൽ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് പ്രതികരിച്ചതിന്. ഏതായാലും CPMൻ്റെ ഒരു ധാർഷ്ട്യം, അക്രമ രാഷ്ട്രീയം തുടരുകയാണ് എന്നതാണ് വാമനപുരം
മണ്ഡലത്തിലെ അവരുടെ ആ ഒരു അക്രമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രതിഷേധം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങളും നൽകിയത്.